ഹായ് നമസ്കാരം. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോസ്റ്റിനെ കുറിച്ചുള്ള പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കോൺട്രാക്ടർക്കോ എൻജിനീയറിനോ ഒരു വർക്ക് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു. ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. 1-2 വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മുടെ ലാൻഡ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ലാൻഡ് സെലക്ഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ. ഇതിനെല്ലാം മുന്നേ നമ്മുടെ വീട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പ്ലാനിങ് ചെയ്യും. നമ്മൾ പറയും നമ്മുടെ ബഡ്ജറ്റ് ഇതാണ്, എനിക്ക് വേണ്ടത് 3 ബെഡ്റൂമും 3 ബാത്റൂമും, പിന്നെ അതിലൊരു കോമൺ ടോയ്ലറ്റ് വേണം, പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ നമുക്ക് യൂസ് ചെയ്യണമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ മാക്സിമം ഇത്ര ബഡ്ജറ്റ് നിർത്തണമെന്ന് പറഞ്ഞൊരു പ്ലാൻ ചെയ്യുന്ന നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലാനിങ്ങിലാണ്. അതിൽ ഒരു 50 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 100 സ്ക്വയർ ഫീറ്റ് കൂടിയാൽ, ഒരു 100 സ്ക്വയർ ഫീറ്റ് നമുക്ക് കൂടിയാൽ എത്ര രൂപയുടെ വ്യത്യാസം വരും? മിനിമം 2 മുതൽ 2.5 ലക്ഷം രൂപ വരെ നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ വ്യത്യാസം വരും. ആ ഒരു വ്യത്യാസം ചിലപ്പോൾ നമുക്ക് താങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഉറപ്പായിട്ടും എൻജിനീയേഴ്സിനോട് പറയുക, ഡിസൈനറിനോട് പറയുക, എനിക്ക് സ്പേസ് വേസ്റ്റ് ആവാതെ പ്രോപ്പറായിട്ട് ചെയ്യണം. എവിടെയെങ്കിലും വേസ്റ്റായിട്ട് ഒരു 50 സ്ക്വയർ ഫീറ്റ് ഇട്ടാൽ 1 ലക്ഷം 1.5 ലക്ഷം രൂപ നമുക്ക് അഡീഷണൽ കോസ്റ്റ് വരും. അപ്പോൾ മാക്സിമം നമ്മൾ സ്പേസിനെ വേസ്റ്റ് വരാതെ ചെയ്യാൻ ശ്രമിക്കുക. 2, നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക്, ഏത് ബ്രിക്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യണം. കോസ്റ്റിനനുസരിച്ച് ബ്രിക്ക് മാറുന്നത് പോലെ കോസ്റ്റിലും വലിയ വ്യത്യാസമുണ്ട്. ഏത് ബ്രിക്കിലാണോ പോകുന്നത്, ഇപ്പോൾ റെഡ് ബ്രിക്കിൽ ചെയ്യുന്ന കോസ്റ്റ് ആയിരിക്കില്ല കോൺക്രീറ്റ് ബ്രിക്കിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ കോസ്റ്റിൽ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ ബ്രിക്കിൻ്റെ സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റൂഫിങ്, സ്ലോപ്പ് റൂഫ് ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കോസ്റ്റ് കൂടിയ വീട് വെക്കുന്നവർക്ക് പ്രശ്നമില്ല. കുറഞ്ഞ രീതിയിൽ വീടുകൾ വെക്കാൻ ശ്രമിക്കുന്നവർ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കോമൺ ടോയ്ലറ്റുകൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നോർമൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അപ്പോൾ ബഡ്ജറ്റ് കുറച്ച് വീട് വയ്ക്കാൻ ശ്രമിക്കുന്നവർ മാക്സിമം കുറച്ച് ലാൻഡ് ഏരിയ ഉണ്ടെങ്കിൽ, ഒരു 5 സെൻറ്റിന് മുകളിലോട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 7 സെൻറ്റൊക്കെ വരെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നിലയിൽ വീട് വയ്ക്കാൻ ശ്രമിക്കുക. ഒരു നില വീട് വയ്ക്കുമ്പോൾ എന്താ അതിൽ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അതിൽ സ്റ്റെയർ റൂം എടുക്കണ്ട, മുകളിലേക്ക് ഉള്ള സ്റ്റെയർ റൂം പുറത്തുകൂടി എടുത്താൽ മതി. അതുപോലെ അതിലൊരു അപ്പർ ലിവിങ് വരില്ല, ഒരു ബാൽക്കണി വരില്ല. അങ്ങനെ തന്നെ നമുക്കൊരു മിനിമം 250 സ്ക്വയർ ഫീറ്റ് 350 സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഒരു 7 ലക്ഷം രൂപ കൺസ്ട്രക്ഷൻ കോസ്റ്റിലും പിന്നെ അതിൻ്റെ ഇൻറ്റീരിയറും മറ്റു വർക്കുകളിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് വളരെയധികം ബഡ്ജറ്റ് വീട് വെക്കുന്നവർക്ക് ഏറ്റവും ഫലപ്രദമാവുന്നത് ഒറ്റ നില വീട് വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ അടുത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. താങ്ക് യു.